ഹായ്, വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ ഓർ വെയിറ്റ് സ്റ്റക്ക്. ഓക്കെ, എന്താണ് അതിൻ്റെ റീസൺസ്? പലതരത്തിലെ ഡയറ്റുകൾ ട്രൈ ചെയ്തിട്ട് നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവാറുണ്ട്. അതുപോലെ നമ്മളുടെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തൊരു ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റിയുമാണ് നല്ല രീതിയിലൊരു വെയിറ്റ് കുറഞ്ഞ ഒരാളുടെ നമ്മൾ ആ ജേർണിയിൽ പകുതി വെച്ച് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആകാറുണ്ട്. ബിക്കോസ് നമ്മുടെ ആ പർട്ടിക്കുലർ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ബോഡി അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ടാണ്. ഇനി നല്ല രീതിയിൽ ഫാസ്റ്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവും. കാരണം നമ്മൾ ആ ഒരു മിനിമൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ബോഡി അഡ്ജസ്റ്റ് ആയി, ബോഡിക്ക് എക്സ്ട്രാ കാലറീസിൻ്റെ ആവശ്യമില്ല. ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും ഇപ്പോൾ കിട്ടുന്ന കാലറീസ് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ബോഡി ട്രെയിൻഡ് ആയി. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവും. ഇനി എങ്ങനെ ഇതെല്ലാം ഓവർകം ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുന്നത് കൊണ്ടെന്ന്. അപ്പോൾ മെറ്റബോളിസം സ്ലോ ഡൗൺ ആയെന്ന റീസൺ ഹോർമോൺസ് ഇംബാലൻസ് ആയതുകൊണ്ടാണ്. സോ ഹോർമോൺസ് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക. ഒരു കാര്യം, മീൽ ടൈമിംഗ് കീപ്പ് ചെയ്യുക. ഓരോ മീൽ ടൈമിംഗ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് മീൽ ടൈമിംഗ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ, ഡെയിലി സെയിം ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ആക്കുന്നുണ്ടെങ്കിൽ ഹോർമോൺസ് പെട്ടെന്ന് തന്നെ ബാലൻസ് ആയി വരും. അത് ട്രൈ ചെയ്യുക. രണ്ടാമത്തെ, സ്ലീപ്പ് കറക്റ്റ് ചെയ്യുക. സ്ലീപ്പ് നിങ്ങൾ ഒരു 7 to 8 hours സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതൊരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പാണ്. അപ്പോൾ അതും നമ്മുടെ ഹോർമോൺസ് എല്ലാം ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഡയറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ചെയ്യുകയാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഡയറ്റിൽ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ആഡ് ആക്കുക, കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് ആഡ് ആക്കാം, മില്ലറ്റ് പോലത്തെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്താൽ കൂടുതൽ ബെറ്റർ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ വാക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യുക. ഡെയിലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ഡെയിലി ഒരു വീക്ക്ലി നമ്മൾ സ്റ്റെപ്സ് കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും മെറ്റബോളിസം എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് എന്തായിരുന്നു? നമ്മളുടെ സ്റ്റാർവേഷൻ മോഡിലേക്ക് ബോഡി മാറുന്നതാണ്. ഫാസ്റ്റിംഗ് എല്ലാം ചെയ്യുമ്പോൾ ലെസ് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ബോഡി ആ ഒരു പർട്ടിക്കുലർ ഡയറ്റായിട്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്ത് വെയിറ്റ് ലോസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയാലും വെയിറ്റ് ഗെയിൻ ആവുന്നതാണ്. സോ അതൊരു ബ്രേക്ക് എടുക്കുക. ആ ഡയറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് നോർമൽ ഡയറ്റിലേക്ക് വരിക. പതിയെ 6 മീലായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് ഡയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വെയിറ്റ് സ്റ്റക്ക് ആയത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിറ്റ് സ്റ്റക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. ആ ചെക്ക് ലിസ്റ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയറ്റ് നല്ല രീതിയിലാണോ ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതാണെങ്കിൽ അവിടെ ഒരു ടിക്ക് ഇടുക. രണ്ടാമത്തെ കാര്യം, ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നത് കാർഡിയോ പ്ലസ് വെയിറ്റ് ട്രെയിനിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ വാക്കിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. സോ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ഇടുക. ഇനി വർക്കൗട്ടിൽ നമുക്കൊരു ബ്രേക്ക് എടുത്താൽ നല്ല കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക, വാക്കിംഗ് മാത്രം വെക്കുക, എന്നിട്ട് നമുക്ക് വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴും ബോഡി റെസ്പോണ്ട് ചെയ്യും. കാരണം ചെറിയ ചെറിയ ചേഞ്ചസ് കൊടുക്കുന്നതെല്ലാം ബോഡിക്ക് ഒരു ഷോക്ക് തന്നെയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ചെക്ക് ലിസ്റ്റിൽ സ്ലീപ്പ് ക്വാളിറ്റി നേരത്തെ പറഞ്ഞ പോലെ അത് ടിക്ക് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ ഇനി സ്ട്രെസ്, നാലാമത്തെ സ്ട്രെസ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുന്നുണ്ട്. സോ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, നമുക്ക് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക, ടൈം നമ്മൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഇഷ്ടമുള്ള മൂവി കാണുകയോ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുകയോ ചെയ്ത് നിങ്ങളെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ വീക്കെൻഡ്സിൽ പുറത്ത് പോകുമ്പോൾ ഹെൽത്തി ഒരു ഓപ്ഷൻസ് തന്നെ ചൂസ് ചെയ്യുന്നവരൊന്ന് ചെക്ക് ചെയ്യുക. അതായത് നമുക്ക് 1 വീക്ക് നല്ല രീതിയിൽ ഡയറ്റ് നോക്കുന്ന ഒരാൾ വീക്കെൻഡ് ആകുമ്പോൾ ഡയറ്റ് പോകുന്നുണ്ടെങ്കിൽ അതും വെയിറ്റ് സ്റ്റക്കാനുള്ള റീസണാണ്. കാരണം അത്യാവശ്യം കാലറി കിട്ടാതെയുള്ള ഡയറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ഹൈ കാലറീസ് കിട്ടുമ്പോൾ ബോഡിക്ക് കിട്ടാത്തത് കിട്ടുമ്പോൾ കൂടുതൽ അബ്സോർബ് ചെയ്യും. സോ അതെല്ലാം നമുക്ക് വെയിറ്റ് സ്റ്റക്കിലേക്ക് ലീഡ് ചെയ്യും. ഇനിയുള്ളത്, നമുക്ക് ഡെയിലിയുള്ള ആക്ടിവിറ്റീസിലെല്ലാം നമുക്ക് കൂടുതലും ഇരുന്നുള്ള ജോബാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് എഴുന്നേറ്റ് നടക്കാനോ ഫിസിക്കലി ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്യാനോ ഒക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ എവിടെയാണ് നിങ്ങൾ ബാക്കോട്ട് പോകുന്നത് അത് ഇമ്പ്രൂവ് ആകാൻ ട്രൈ ചെയ്യുക.
ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആണോ, ഡയറ്റ് എല്ലാം ഓക്കെ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയോ എവിടെയോ കൊടുത്തേക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.